പനി വന്നു മരണപ്പെട്ട 3 വയസ്സുകാരൻ്റെ മരണം സ്ഥിരീകരിച്ച വൈദ്യന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കി അടക്കം ചെയ്യാനായി കുഴിവെട്ടി തയ്യാറാക്കുകയും ഒടുവിലത്തെ പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം തൻ്റെ ഉപാസനാമൂർത്തിയായ യോഗീശ്വരന്റെ നടയിൽ കുഞ്ഞിന്റെ ശരീരം നിലത്തുവെച്ച് തലതല്ലി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, "നീ എനിക്ക് തന്നതിനെ എന്നേക്കുമായി തിരിച്ചെടുക്കുന്നത് എന്തിന്?" തന്റെ ഭക്തന്റെ മനസ്സുരുകിയ ചോദ്യത്തിന് യോഗീശ്വരൻ ഉത്തരമില്ലായിരുന്നു. എന്നാൽ തന്റെ ഭക്തൻ ഉത്തരമായി നൽകിയത് കുഞ്ഞിന്റെ കരച്ചിലായിരുന്നു. ജീവൻ തിരികെ കിട്ടിയ കുഞ്ഞിനെ 2 കൈകളാലും വാരിയെടുത്തുകൊണ്ട് പിതാവ് യോഗീശ്വരനോട് നന്ദി പറഞ്ഞു. ഈ സംഭവം ഒരത്ഭുതമായി കുടുംബം കാണുകയുണ്ടായി. ഇതൊരു സിനിമാ കഥയോ നോവലോ മാന്ത്രിക കഥയുടെ ആരംഭമോ അല്ല. തികച്ചും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ജീവിത വിജയത്തിന്റെ യാത്ര. ആ യാത്ര തുടങ്ങുന്നത് 1955 മാർച്ച് 2 തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്ന ദേശത്തു നിന്നാണ്. മരണത്തെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച ആർ പ്രസന്നകുമാരൻ നായർ എന്ന വ്യക്തിയുടെ യഥാർത്ഥ കഥ. കെ രാഘവൻ പിള്ളയുടെയും സുഭദ്രാമ്മയുടെയും 4ാമത്തെ മകനായ പ്രസന്നകുമാരൻ നായരുടെ സഹോദരങ്ങൾ ഓമന, പ്രസാദ് ചന്ദ്രൻ നായർ, പ്രഭാകരൻ നായർ, പ്രസന്നകുമാരി, ചന്ദ്രികാകുമാരി, അംബികാമ്മ, ഓമന അമ്മ എന്നിവരായിരുന്നു. കുടുംബത്തിലെ എല്ലാവരുടെയും പിൻബലമായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും വഴികാട്ടിയും റോൾ മോഡലുമായിരുന്ന പ്രസന്നകുമാരൻ നായർ എല്ലാവരുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ തൻ്റെ അച്ഛനെ സഹായിക്കാൻ കൃഷിയിലും ഫർണിച്ചർ ബിസിനസ്സിലും കൂടെയുണ്ടായിരുന്നു. തൻ്റെ അച്ഛനോടൊപ്പം അദ്ദേഹവും ചോര നീരാക്കി പണിയെടുത്തുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനായി പണം സ്വരൂപിക്കാനും തുടങ്ങി. കഠിനാധ്വാനിയായിരുന്ന അദ്ദേഹം എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു. ആ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയവും. 1970കളുടെ അവസാനമായിരുന്നു അദ്ദേഹം ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പോയത്. 1980ന്റെ തുടക്കത്തിൽ അൽ റാജ്ഹിയിൽ വിവിധ സ്ഥാനങ്ങളിൽ ജോലി ചെയ്തു. 1980കളുടെ അവസാനം സൗദിയിൽ സ്വന്തം ബിസിനസ് ആരംഭിച്ചു. ഇതിനിടയിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ജോലി വിസകൾ ലഭ്യമാക്കുന്നതിൽ അദ്ദേഹം സഹായിച്ചു. 1988 അദ്ദേഹം ശ്യാം മോട്ടോഴ്സുമായി ബസ് സർവീസും 11 ടിപ്പേഴ്സും 4 JCBകളും അടങ്ങിയ ഒരു ബിസിനസ് ആരംഭിച്ചു. 1990ന്റെ തുടക്കത്തിൽ അദ്ദേഹം സൗദി വിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. 1993 ശ്യാം അസോസിയേറ്റ്സ് എന്നൊരു വിമാനയാത്രാ സ്ഥാപനവും 2ാം നിലയിൽ കമ്പ്യൂട്ടർ കോച്ചിങ്ങും ആരംഭിച്ചു. 1996 ശ്യാം മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ആദ്യത്തെ മാരുതി അംഗീകൃത സർവീസ് സെന്റർ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. 2002 അദ്ദേഹം അഖില കേരള പ്രവാസി മലയാളി ക്ഷേമ സംഘം സ്ഥാപിച്ചു. പല പ്രവാസികൾക്കും സഹായം നൽകുകയുണ്ടായി. 2004 അദ്ദേഹം ദുബായിൽ ബായ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനി ആരംഭിച്ചു. 2010 ദുബായ് വിട്ട് പിന്നീട് 2014 കിങ്സ് വേ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായും തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. 1984 അദ്ദേഹം ബി സുജാതാമ്മയെ വിവാഹം കഴിച്ചു. തന്റെ മുറപ്പെണ്ണായ സുജാതാമ്മയുമായുള്ള പ്രണയം ഒട്ടേറെ എതിർപ്പുകളെ നേരിട്ടിരുന്നു. എങ്കിലും ശക്തമായ അവരുടെ പ്രണയത്തെ ഒരുപാട് നാൾ എതിർക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ഇരുവരും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുക്കുകയായിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സുജാതാമ്മ അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ പങ്കാളി കൂടിയായിരുന്നു. കുട്ടികൾ ശ്യാം PS, ശ്യാമ ജഗൻ, ഷാഗൻ PS. മരുമക്കൾ ശ്രീപാർവതി, ജഗൻ G. കുമാർ, അർഷ AS. പേരക്കുട്ടികൾ ശ്രേയ ജഗൻ, ശ്രുതിക് ജഗൻ, നീൽ മാധവ്. തികഞ്ഞ ഒരു കുടുംബസ്നേഹിയും കഠിനാധ്വാനിയുമായിരുന്ന പ്രസന്നകുമാരൻ നായർ ജീവിതത്തിൽ നേരിട്ട എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയ ബിസിനസ് വിജയങ്ങളിലൂടെ സമൂഹത്തിന് മാതൃകയും പ്രേരണയാവുകയുമായിരുന്നു.
തൻ്റെ കുടുംബത്തിനും മക്കൾക്കും തന്നോടൊപ്പമുള്ള സ്നേഹം പങ്കുവയ്ക്കാനും കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ബാല്യകാലത്തെ തൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാനും അവർക്ക് വേണ്ടി തൻ്റെ പ്രവാസ ജീവിതം പൂർണ്ണമായി അവസാനിപ്പിച്ച് നാട്ടിൽ ബിസിനസ് തുടരുകയും കുടുംബത്തോടൊപ്പം പൂർണ്ണ സമയം ചെലവഴിക്കുകയും ചെയ്ത പ്രസന്നകുമാരൻ നായർ എപ്പോഴും ഊർജ്ജസ്വലനായ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിലേക്കായി ഒരു സ്കൂൾ വാങ്ങുകയും അവിടെ കോളനി പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ അദ്ദേഹം ഇപ്പോൾ തൻ്റെ കുടുംബക്ഷേത്രമായ നെടംപറമ്പ് ദേവീക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നതിനും ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങളിലും കൂടാതെ അമ്പലത്തെ വിപുലീകരിക്കുന്നതിലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. കുലദൈവം തിരികെ നൽകിയ അത്ഭുതം എന്ന് കുടുംബം വിശ്വസിക്കുന്ന പ്രസന്നകുമാരൻ നായർ അക്ഷരാർത്ഥത്തിൽ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ദൈവതുല്യനാണ്. 70-ാം വയസ്സ് ആഘോഷിക്കുന്ന പ്രസന്നകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടും സൽപ്രവൃത്തികൾ കൊണ്ടും ജീവിതത്തിൽ ഉടനീളം രചിച്ച വിജയഗാഥ എന്നും തിളക്കത്തോടെ നിലനിൽക്കും.